കുഞ്ഞിന് കുറേ നാളായിട്ട് വിട്ടുമാറാതെ ജലദോഷം തുമ്മലും മൂക്കടപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പലതവണയായിട്ട് സിട്രസിൻ സിറപ്പ് കൊടുത്തു. കുറേ നാൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് കുറയും. അത് നിർത്തി ഒരു നോർമൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും കുഞ്ഞിന് ഈ പ്രശ്നമുണ്ട്. സിട്രസിൻ കൊടുത്ത് കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പരീക്ഷാ സമയത്തൊക്കെ പോയി ഉറങ്ങുന്നു. കുട്ടിയുടെ മൊത്തത്തിലൊരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ കാര്യമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നു. തുടക്കത്തിൽ ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണിൻ്റെ താഴെ ചൊറിച്ചിൽ തുടങ്ങി, മൂക്കിൽ ചൊറിച്ചിൽ തുടങ്ങി, കണ്ണിൽ ചുവപ്പ് വരാൻ തുടങ്ങി, കണ്ണിന് ഇറിറ്റേഷൻ, വെള്ളം വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും തുടങ്ങുന്നു. ഇനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? ഇത് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സിട്രസിൻ കൊടുത്തത് കുറച്ചാൽ മതിയോ, അതോ ഇതിന് ശരിയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം അലർജിക് റൈനൈറ്റിസിൻ്റെ സിംറ്റംസാണ്. സാധാരണ ഒരു ജലദോഷമോ തുമ്മലോ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടിക്ക് കിട്ടില്ല. അപ്പോൾ 1 മാസത്തിൽ കൂടുതലെങ്കിലും കുട്ടിക്ക് ഈ സിംറ്റംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ മൂക്കടപ്പും തുമ്മലും കാരണം കുട്ടിയുടെ സ്ലീപ്പൊക്കെ അഫക്റ്റ് ആവുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കടഞ്ഞിട്ട് അവരുടെ ചെവിയുടെ യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്കായിട്ട് ചെവി വേദനയും കാര്യങ്ങളും വരുന്നു, തലവേദന ഇടയ്ക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാൻ നിൽക്കുകയാണ്. ആഴ്ചയിലൊരു 4 തവണയിൽ കൂടുതലെങ്കിലും ഈ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അലർജിക് റൈനൈറ്റിസ് ആണോ നമുക്കൊരു സംശയമുണ്ട്. നേരത്തെ പറഞ്ഞ സിംറ്റംസൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അതിൻ്റെ കൂടെ ഇപ്പോൾ ഫാമിലിയിൽ പാരൻസിന് ആർക്കെങ്കിലും അലർജി പ്രശ്നങ്ങൾ, ഡസ്റ്റ് അലർജി, ആസ്മ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് ചെറുപ്പത്തിൽ ഫുഡ് അലർജി, അർട്ടിക്കേറിയ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കാരണം കുട്ടിയുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന രീതിയിലുള്ള പ്രശ്നം, ഡസ്റ്റ് അലർജി ഉള്ള കുട്ടികൾ, നേരത്തെ വീസിങ് വന്നിട്ടുള്ള, പലപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്ന സമയത്ത് നമ്മൾ നെബുലൈസേഷനൊക്കെ തുടർച്ചയായിട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതും ഒരു അലർജി റിലേറ്റഡ് ആയിട്ടുള്ളതാകാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് അലർജിക് റൈനൈറ്റിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് ഒക്കെ ഉള്ള കുട്ടിക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഏതൊരു അലർജി ഡിസീസിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. സാധാരണ അലർജിക് റൈനൈറ്റിസ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നമ്മളെ ടേബിളിൽ ഇരുത്തുന്നു. ആ സമയത്ത് ബുക്സൊക്കെ കുറേ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. ടേബിളിൽ ഇരുന്ന ഉടനെ കുഞ്ഞിന് മൂക്കടപ്പും തുമ്മലും തുടങ്ങുന്നു, ചുമ തുടങ്ങുന്നു, കണ്ണിൻ്റെ താഴെ ചൊറിച്ചിൽ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഈ ബുക്സിനകത്തുള്ള പൊടി അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന ചെറിയ പ്രാണികൾ, പാറ്റ, പല്ലി പോലുള്ള ജീവികളുടെ അലർജി ആകാം. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ഈ ടേബിളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കുട്ടിയെ ആ റൂമിനകത്ത് നിർത്താതിരിക്കുക. കഴിയുന്നത് നമ്മൾ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക, പൊടി അടിച്ച് പറത്താതിരിച്ചിട്ട് ഒരു ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും മാറ്റുന്നത് നല്ലതാണ്. പല കുട്ടികൾക്കും ഹൗസ് ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജി കാണും. നമ്മുടെ ബെഡിലും പില്ലോയിലും ഒക്കെ കാണുന്ന മൈറ്റ്സ് ആണ്. നമുക്ക് കണ്ണിൽ കാണാൻ വലിയ ബുദ്ധിമുട്ട്. ബെഡിൽ കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തുമ്മലും ജലദോഷവും വരുന്നതിൻ്റെ ഒരു റീസൺ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജിയാണ്. അപ്പോൾ കൃത്യസമയത്ത് ഷീറ്റൊക്കെ മാറ്റുകയും അതുപോലെ നമ്മുടെ പില്ലോയും ബെഡും ഒക്കെ പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇടുകയും ചെയ്താൽ ഈ പ്രശ്നം നല്ല രീതിയിൽ നമുക്ക് സോൾവ്. പിന്നെ ഒരു കൃത്യമായ ഇടവേളയിൽ റൂംസൊക്കെ നന്നായിട്ട് മോപ്പ് ചെയ്യും, ഫാനൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഫുഡിൻ്റെ ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള പുക, അത് കൂടാതെ ചില ഫ്രൂട്ട്സ്, മിൽക്ക്, നട്ട്സ് പോലുള്ള പല സാധനങ്ങളും കുട്ടികൾക്ക് അലർജി കാണാം. അതിലേതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആണോ എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കും. പിന്നെ പല കുട്ടികൾക്കും സീസണൽ അലർജിക് റൈനൈറ്റിസ് ആയിരിക്കും. നമ്മുടെ മഴക്കാലം അതുപോലെ വിൻ്റർ തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ പ്രശ്നം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ സീസണിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും കഴിയുന്നതും തണുപ്പുമായിട്ടുള്ള ഒരു എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. ചില ഐസ്ക്രീംസൊക്കെ കഴിക്കുമ്പം പ്രശ്നം വരാം. അപ്പോൾ അങ്ങനെയുള്ള ഐഡൻറ്റിഫൈ ചെയ്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക. പിന്നെ പെറ്റ്സ് ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പെറ്റ്സിൻ്റെ പുറത്തുള്ള പൊടി, അവരുടെ രോമം, ഇതൊക്കെ കുട്ടികൾക്ക് അലർജി ഉണ്ടാവാം. അതുപോലെ നമ്മൾ റൂമിനകത്ത് കാർപ്പറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് തങ്ങി നിൽക്കുന്ന പൊടിയും കുട്ടികൾക്ക് അലർജിക് റൈനൈറ്റിസിനൊരു കാരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്ത് നോക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സിട്രസിൻ പോലുള്ള മെഡിസിൻ, ആൻറ്റിഹിസ്റ്റമിൻസ് മാത്രം കൊടുത്താൽ പോരാ. കാര്യം ആൻറ്റിഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതാണ്. വല്ലപ്പോഴും വരുന്ന ഒരു ചെറിയ ജലദോഷം തുമ്മലിന് നമുക്ക് ആൻറ്റിഹിസ്റ്റമിൻസ് ഉപയോഗിക്കാം. പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അലർജിക് റൈനൈറ്റിസിന് ആൻറ്റിഹിസ്റ്റമിൻസ് നന്നായിട്ട് സിംറ്റം കൺട്രോൾ ചെയ്യാൻ തുടക്കത്തിൽ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നേസൽ സ്പ്രേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നല്ലത്. നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞ ആൻറ്റിഹിസ്റ്റമിൻസിൻ്റെ ക്ഷീണം, ഉറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും. അത് വളരെ സേഫുമാണ്. സാധാരണ നമ്മൾ മൊമിറ്റസോൺ അല്ലെങ്കിൽ ഫ്ലൂട്ടിക്കസോൺ എന്ന് പറയുന്ന നേസൽ സ്പ്രേസ് ആണ് കുട്ടികൾക്ക് ഉപയോഗിക്കുക. അലർജിക് റൈനൈറ്റിസിനായിട്ട് നമ്മൾ നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ വാങ്ങി നേസൽ സ്പ്രേ ഉപയോഗിച്ചാൽ പോരാ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ അത് ഉപയോഗിക്കും. നമ്മൾ ഈ മെഡിസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചെറിയ ഡോസിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി ഡോസ് കൂട്ടേണ്ടി വരും. നന്നായിട്ട് സിംറ്റം കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കുകയും ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അത് ഡോക്ടറുടെ ഒരു ഫോളോ അപ്പ് ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയാകില്ല.